തക്കാളിയും പച്ചമുളകും സവോളയൊക്കെ ഇങ്ങനെ അരിഞ്ഞു വെച്ചേക്കുന്ന കാണുമ്പോഴേ ഒരു തക്കാളിക്കറിയുടെ മണം വരുന്നുണ്ടാവും അല്ലേ? എങ്കിലേ അതാരുടെ അങ്ങോട്ട് തെറ്റി. ഇതൊക്കെ വെച്ചിട്ട് അടിപൊളി ഒരു ദോശ ഉണ്ടാക്കിയെടുത്താലോ? അതിനായിട്ട് ഇത്തിരി മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് വെള്ളം ചേർത്ത് നന്നായിട്ടത് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോഴേ ഇത്തിരി ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കണം. നമ്മുടെ ദോശയൊക്കെ ചുടുന്ന പോലെ അങ്ങനെ അത് ദോശക്കല്ലിൽ ദോശയിട്ട് ചുട്ടങ്ങ് മാറ്റി വെക്കുക. പിന്നെ ഒരു പാത്രത്തിൽ ഒരു 4 മുട്ടയങ്ങ് പൊട്ടിച്ചൊഴിക്കുക. പിന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും സബോളയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി ദോശക്കല്ലിലേക്ക് ദോശ ചുടുന്ന പോലെ അങ്ങ് പരത്തി വെക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ ചുട്ടെടുത്ത് വെച്ച ദോശയില്ലേ, അതൊരെണ്ണം അങ്ങോട്ട് വെക്കുക. അത് തിരിച്ചു മറിച്ചുമൊക്കെ എടുത്തിട്ട് ഒന്ന് മടക്കി എടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മുട്ട ദോശ തക്കാളിയും പച്ചമുളകും ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി ദോശ റെഡിയാണ്. ഇതുണ്ടാക്കി നോക്കിയിട്ട് നല്ലതാണോ ഇല്ലയോ എന്ന് പറയണം കേട്ടോ.